ഗൈസ്, അങ്ങനെ നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. നമ്മൾ ഇടുക്കി ചെറുതോണീൻ്റെ അടുത്താണ് നമ്മൾ സ്റ്റേ എടുത്തിരുന്നത്. അപ്പോൾ ഇന്നലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് മൂന്നാറും കൂടി കയറി ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മൂന്നാറിലെ വിശേഷങ്ങളൊക്കെ കാണാം. മലേൻ്റെ മുകളിലൊരു കുരിശ് കണ്ടോ? ഒരു കുരിശ്. ഞങ്ങൾ മൂന്നാർ എത്തി, പക്ഷെ റൂം അന്വേഷിച്ച് നടക്കുകയാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റൂം. മൂന്നാർ ടോപ്പിൽ വരുമ്പോൾ പാർക്കിങ് കുറവാണ്. റൂംസ് ഒരുപാടുണ്ട്, പക്ഷെ പാർക്കിംഗ് ഇല്ല. കാർ പാർക്കിങ് ഇച്ചിരി ശോകമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു കറക്കമൊക്കെ കറങ്ങി കുറച്ചുകൂടി താഴെ പോയിട്ട്, വന്ന വഴിയിൽ ഒരുപാട് റൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്നവരൊക്കെ താഴെയാണ് റൂം എടുത്തേക്കുന്നത്. താഴെ റൂം എടുത്തിട്ടാണ് അവർ മുകളിലോട്ട് വരുന്നത്. ഞങ്ങൾക്ക് മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലായത് മുകളിൽ പാർക്കിംഗ് ഇല്ല. ഇച്ചിരി ഭയങ്കര കൺജസ്റ്റഡ് ആണ്, വണ്ടിയൊക്കെ ഇടാൻ ഭയങ്കര ടാസ്ക്കാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കറക്കം കറങ്ങി താഴെ പോയിട്ട് റൂംസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. PWD ഗസ്റ്റ് ഹൗസിൽ പോയായിരുന്നു, പക്ഷെ അവിടെ ഫുള്ളാണ്, അവിടെ കിട്ടിയില്ല റൂംസ്. അപ്പോൾ ഇനി ഞങ്ങൾ താഴെ പോയിട്ട് റൂം എടുക്കണം. ഇതാണ് ഗൈസ് മൂന്നാർ. എനിക്ക് കണ്ടപ്പോൾ കൊടൈക്കനാലാണ് ഓർമ്മ വന്നത്. ആക്ച്വലി ഇവിടെ തമിഴിലും മലയാളത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ആക്ച്വലി മൂന്നാർ സ്പേസ് ആണ്, പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഫുള്ള് തിരക്കും. തിങ്കളാഴ്ചയാണ്, അപ്പോൾ അത്യാവശ്യം തിരക്ക് കുറവെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. സൈഡിൽ പാർക്കിംഗ് ഒന്നുമില്ല, പിന്നെ ഇച്ചിരി പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ പ്ലാൻ ചെയ്തു. ഞങ്ങൾ വട്ടവടയിലേക്ക് പോവാണ്. ഇപ്പം മൂന്നാറിൽ വന്നിട്ട് ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്തു. റൂം കിട്ടി, പാർക്കിങ്ങിൽ റൂം കിട്ടി. അപ്പോൾ അവിടെ 1100 സംതിങ് രൂപയായിരുന്നു റൂം. നല്ല റൂമാണ്, ഇറ്റ്സ് ഓക്കെ ഫൈൻ, നല്ല ഗുഡ് റൂം, നല്ല ക്ലീൻ ഉണ്ട്, ഒരു പ്രശ്നമില്ല. പിന്നെ തിരക്ക് കുറവാണ്, നോർമലി സീസൺ ഓഫാണ്. ഞങ്ങളിനി ഇവിടുന്ന് വന്നു, ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾ വട്ടവടയിലേക്ക് പോവാണ്. വട്ടവട പോയിട്ട് വൈകിട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് വരണം. എന്നിട്ട് നാളെ ഇവിടെ കാണാനുള്ള സ്പേസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രം പോകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ നാളെ ഇവിടെ ഒന്ന് കറങ്ങാനുള്ളതൊക്കെ നാളെ കറങ്ങിയിട്ട് നേരെ തിരിച്ച് ട്രിവാൻഡ്രം വിടാമെന്നാണ് പ്ലാൻ. വട്ടവട പോകുന്നതിന് മുന്നേ പമ്പുകളില്ല, അതുകൊണ്ട് പോകുന്നതിന് മുന്നേ കയറുന്നതിന് മുന്നേ പമ്പിൽ നിന്ന് ഡീസലോ പെട്രോളോ ഒക്കെ അടിച്ചിട്ട് പോകുന്നതാണ് ബെറ്റർ. റിപ്പിളിൻ്റെ തേയില മേടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. തേയില നോർമലി നമ്മൾ മേടിക്കുന്ന വെച്ചൊക്കെ റേറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് മേടിച്ചില്ല. സോ അതിന് പകരം നമ്മൾ ജ്യൂസ് മേടിച്ചു. പീച്ച് ഫ്ലേവേർഡ് ഐസ്ഡ് ബ്ലാക്ക് ടീ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം. ജ്യൂസ്, നല്ല ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീലുണ്ട്. ഇത് നമ്മൾ മറ്റേ ലോഡറിലൊക്കെ പോകുമ്പോൾ കുടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇത് തണുപ്പ് മാറുന്നതിന് മുന്നേ കുടിക്കണം. അതുപോലെ ചായയും ഒക്കെ ഉണ്ട് അവിടെ, സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രാവൽ തുടരുകയാണ്.